തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയുമായി നടക്കും. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് അതത് ഭരണാധികാരികൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എപ്പോഴായിരിക്കും ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക? ലിജിൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയുമൊക്കെയായി നടക്കും. ഇന്നലെയും ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഈ വനിതാ സംവരണം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ നടന്നത്. ഇന്ന് ഏതായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. തലസ്ഥാന നഗരത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ ഇന്നാണ് ഈ സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, സ്ഥിരം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നാളെയായിരിക്കും നടക്കുക. ധനകാര്യം ഉൾപ്പെടെയുള്ള 8 സ്ഥിരം സമിതികളാണ് കോർപ്പറേഷനിലുള്ളത്. ഈ ഓരോ കൗൺസിലർമാരും ഈ ഓരോ സ്ഥിര സമിതികളിൽ അംഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് സ്ഥിരം സമിതിയിൽ 13 അംഗങ്ങൾ വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൂടാതെ തന്നെ ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഭരണാധികാരികൾ കടക്കും. ഈ ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യം, വികസനകാര്യം, പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം എന്നിങ്ങനെ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുക. ഇന്നലെ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വനിതാ സംവരണ സീറ്റും അതുപോലെ തന്നെ ജനറൽ സംവരണ സീറ്റുകളും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളാണ് നിലവിൽ നടക്കുക. രാവിലെ 10 മണിയോടുകൂടി ജില്ലാ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. നാളെ 7-ാം തീയതിയായ നാളെ ആയിരിക്കും കോർപ്പറേഷനുകളിലെ സ്ഥിരം കമ്മിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുക.